നമ്മളിപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ 4 വർഷത്തെ കഠിനാധ്വാന ഫലമായി നമ്മൾ ഈ വരുന്ന 23-ാം തീയതി തിയേറ്ററിലേക്ക് എത്തിക്കുന്ന നമ്മുടെ നരിവേട്ട എന്നുള്ള സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ട്, ടെക്നിക്കൽ ക്രൂവിലൊക്കെ ഉള്ള ആൾക്കാർ ഇനി വരാനുണ്ട്, പ്രിയങ്കത വരാനുണ്ട്. അപ്പം നമുക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് 23-ാം തീയതി റിലീസ് ചെയ്യാൻ നിൽക്കുന്ന സിനിമയാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മളെ സമീപിക്കുന്നത്. ഈ സിനിമ 23-ന് തിയേറ്ററിലേക്ക് എത്തുന്ന വിവരം ജനങ്ങളിലേക്ക് അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഈ സിനിമ അർഹിക്കുന്ന ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി അതിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. കൂടുതൽ ദൃശ്യമാധ്യമങ്ങളെയും പ്രിൻ്റഡ് മീഡിയയും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ 23-ാം തീയതിയാണ് നമ്മൾ സിനിമ റിലീസ് ചെയ്യുന്നത് എന്ന് അറിയിക്കുക എന്നതാണ് ഇതിൻ്റെ ആത്മീയമായ ഉദ്ദേശം. അപ്പോൾ നിങ്ങളുടെ സഹകരണം അത്തരം കാര്യങ്ങൾക്ക് നമ്മൾക്ക് പ്രചോദനമായി ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ സമയത്ത്. ബാക്കി കാര്യം എല്ലാവർക്കും നമസ്കാരം. രാജു പറഞ്ഞതുപോലെ ഈ സിനിമയെ പറ്റിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞതിനേക്കാൾ ഉപരി നമുക്ക് ഈ സിനിമയുടെ ആശയത്തെ പറ്റിയിട്ട് നമുക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല. ഇതിൻ്റെ ഫിലിം മേക്കിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ടും ഇതിൽ അഭിനയിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഇനിയും കുറേ പറയാനായിട്ട്. പക്ഷേ ഇതിൻ്റെ ആശയം, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. അപ്പോൾ ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇത് തിയേറ്ററിലെത്തി കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് വേർഡ് ഓഫ് മൗത്ത് ആയിരിക്കും ഈ സിനിമയുടെ ഏറ്റവും നല്ല പ്രമോഷൻ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ 23-ാം തീയതി, മെയ് 23-ാം തീയതി ഞങ്ങളുടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് സിനിമയുടെ ക്വാളിറ്റി ഒരു തരി പോലും കോംപ്രമൈസ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ദിവസങ്ങൾ വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജോലികളൊക്കെ കഴിഞ്ഞ്, സെൻസറും കഴിഞ്ഞ് പടം ഇപ്പോൾ അപ്ലോഡിങ് സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് വേറെ അവകാശവാദങ്ങളോ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും നരിവേട്ട സിനിമയുടെ ടീം മുഴുവൻ നിങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണ് തിയേറ്ററുകളിലേക്ക് ഈ സിനിമ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഈ സിനിമയ്ക്ക് അർഹിക്കുന്ന ഒരു വിജയം പ്രേക്ഷകർ തന്നെ നേടിത്തരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ വരുന്ന 23-ാം തീയതി നരിവേട്ട വരുവാണ്. ഫിസിക്കലിയും മെൻ്റലിയും കുറേ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തൊരു വർക്കാണ്. ഇതിൽ എൻ്റെ മാത്രമല്ല, ഇതിൽ നമ്മുടെ കൂടെ അഭിനയിച്ച ട്രൈബിലെ ചേട്ടന്മാരും ചേച്ചിമാരാണെങ്കിൽ പോലും അവരും വളരെയധികം എഫോർട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ മൂവി നമ്മളെല്ലാവരെയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മൂവി കാണണം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഹായ്, ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ്. മെയ് 23-ന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആൻഡ് നെസസറി ആയിട്ടുള്ളൊരു ഫിലിമാണ്. ആൻഡ് ഇത്രയും അടിപൊളി ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ ഭാഗമാകാൻ പറ്റിയത് എന്നെപ്പോലെ ഒരു ആക്ടർക്ക് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. സോ നിങ്ങളെപ്പോലെ ഞാനും ഭയങ്കര ഇപ്പോൾ വെയിറ്റിംഗ് ആണ് ഫോർ മെയ് 23. നരിവേട്ട എനിക്ക് തോന്നുന്നു, ഹലോ, ഇപ്പോൾ ഉള്ളതിനൊക്കെ കൂടുതൽ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ചർച്ച ചെയ്യാൻ പോകുന്നൊരു സിനിമയായിരിക്കും. ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്താണെങ്കിൽ അനുരാജിൻ്റെ 6 കൊല്ലത്തിന് ശേഷമുള്ളൊരു സിനിമയാണ്. ജെയ്ക്സ് വളരെ മനോഹരമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പടം കാണാൻ. അവൻ പടം കാണുമ്പോൾ അവനിരുന്ന് അറിയായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എനിക്കൊക്കെ ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടൊരു അനുഭവം, അങ്ങനെ ഒരാൾ റിവ്യൂവിലാണ് കഴിക്കുന്നത്. സോ എല്ലാവരും പടം കാണും 23-ാം തീയതി. നമസ്കാരം. അത് ഈ സമയത്ത് നിർബന്ധമായിട്ടും പറയേണ്ട ഒരു വിഷയമാണ്. ഇതിൽ കഥയും തിരക്കഥയും ഒക്കെ ആക്കിയിരിക്കുന്നത് അതൊരു ത്രില്ലിംഗായ സിനിമയായി മാറിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പം എല്ലാവരും സിനിമ കാണുകയും അതിനുശേഷം ചർച്ച ചെയ്യുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.
എൻ്റെ പേര് ബാവ. ഞാൻ ഈ ഫിലിമിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. ഞാൻ ഓൾമോസ്റ്റ് മോർ ദാൻ 100 ഫിലിംസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കുറച്ചധികം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത ഒരു പടമാണിത്. കാരണം നിങ്ങൾക്ക് പടം കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പും ഇതിൻ്റെ എന്താണ് കഥയിൽ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ. സോ തീർച്ചയായിട്ടും 23-ാം തീയതി എല്ലാവരും ഈ പടം കാണണം. ഞങ്ങളെല്ലാവരും ഒട്ടധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പടത്തിൽ എല്ലാവരും. കുറേ അധികം നടന്നു പോകേണ്ട ലൊക്കേഷൻസും കുറേ അധികം വണ്ടി പോകാത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കയറി പറ്റി സെറ്റ് ഇടുകയും അവിടെ നമ്മളെ പോലെ ആർട്ടിസ്റ്റ് ടൂവിയൊക്കെ അവിടെ എത്തിപ്പെടുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ഇതൊരു കോൺട്രവേഴ്സി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് എ ഫീൽ ഗുഡ് മൂവി. നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു മൂവി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രണവ് ടി ഓഫർ. മലയാളത്തിൽ ഇതെൻ്റെ 2ാമത്തെ മൂവിയാണ്. മെയ് 23 നരിവേട്ട റിലീസാവുന്നു. നിങ്ങളെല്ലാവരെയും പോലെ തന്നെ വളരെ എക്സൈറ്റഡോടുകൂടി തന്നെയാണ് ഞാനും നരിവേട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നരിവേട്ട എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഗോഡ്ഫുൾ ആൻഡ് ഗ്രീസ്ഫുൾ ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. കാരണം സിനിമയിൽ അഭിനയിക്കാൻ ഉള്ള ആഗ്രഹമായിട്ട് ഒരുപാട് വർഷങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നടന്നിട്ട് ഇന്ന് ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന മീഡിയയ്ക്ക് നിങ്ങൾക്കാണെങ്കിലും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത് ഒരാളുടെ മാത്രം സിനിമയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ബാവക്ക പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്കിൽ അത്രയും പേരുടെ കഷ്ടപ്പാടുണ്ട്. കാരണം ടോയ് ചേട്ടനാണെങ്കിലും ചേരൻ സാറാണെങ്കിലും സുരാജ് സാറാണെങ്കിലും ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളവരെല്ലാവരും ലെജൻസാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അതിയായ സന്തോഷമാണ്. അതേപോലെ തന്നെ ഈ സിനിമ നിങ്ങൾക്ക് റിലീസായി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരാൾ മാത്രം എഫേർട്ട് എടുത്ത് വരുന്ന ഒരു ഔട്ടല്ല. ഇതൊരു മൊത്തം ടീമും ഈ സിനിമ നന്നായി വരണം എന്ന് വിചാരിച്ചുകൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലൊരു ഔട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ അതിയായ സന്തോഷമുണ്ട്. 23-ന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുന്നു. ദൈവം സഹായിച്ച് എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ബാവക്ക നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറേയൊക്കെ കാട്ടിനകത്തൊക്കെ ആയിരുന്നു ഷൂട്ട്. ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാവക്കയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഞങ്ങൾ ഏറ്റവും അങ്ങനെ വി ആർ ലുക്കിംഗ് അപ് ടു ഹിം. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ ഷൂട്ടിന് വരുന്ന സമയത്ത് അപ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ബാവക്ക വീണു, കല്ലിൽ വഴിക്ക് വീണു, മുറിവുണ്ട്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്ക് ചോദിക്കണം, എന്നിട്ട് എവിടെയാണ് ആശുപത്രി കൊണ്ടുപോയേക്കാണോ, എവിടെയാണ്? ഇല്ല ദേ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ആ മുറിവ് എല്ലാം വെച്ചുകൊണ്ട് പുള്ളി അപ്പോഴും അവിടെ നിന്ന് പുള്ളിയുടെ കൂടെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ട് അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ കല്ലുകൾ പിടിച്ചിരുന്നു, അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലെ ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാർ വീക്കായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ഷൂട്ടിൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളത് ഷൂട്ട് ചെയ്ത് നിൽക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബാവക്കയെ പോലെ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ആളുകൾ അങ്ങനെ കല്ലുപോലെ നിന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും നമുക്കിത് വർക്ക് ചെയ്ത് എക്സോസ്റ്റഡ് ആയി പോയെന്നോ വേണ്ടായിരുന്നെന്നോ മതിയായെന്നോ തോന്നിയിട്ടില്ല. അതിന് കാരണം എല്ലാവരും ഒരു കൂട്ടമായിട്ട് നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു എനർജിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ സിനിമയിൽ ആവോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഭയങ്കര നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ സെറ്റപ്പിലുള്ള ഷൂട്ടൊക്കെ ഈ സിനിമയ്ക്ക് പല സമയത്തും ആവശ്യമായിട്ട് വന്നിരുന്നു. അതും ഈ പറഞ്ഞ സമയത്ത് തന്നെ തുടങ്ങാനും പറഞ്ഞ സമയത്ത് തന്നെ തീരാനും ഇതിലുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഓരോ ജോലി ചെയ്ത ഓരോരുത്തരും അതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ അവരോട് എല്ലാവരോടും നന്ദി പറയാനും കൂടെ വിനിയോഗിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ കുറച്ച് ചോദ്യങ്ങൾ കൂടി കേൾക്കാം. ഇവിടെ ആവശ്യമായി ഈ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയില് മുത്തങ്ങ സമരത്തിനോട് ഈ സിനിമ വരും തലമുറയിൽ എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട്? ചോദ്യം മുഴുവൻ കേട്ടില്ല കേട്ടോ. ഡയറക്ടർ എടുത്താണ്
കേട്ടില്ല, പകുതിയെ കേട്ടുള്ളൂ. അല്ലെ ഈ നരിവേട്ട എന്ന സിനിമയില് മുത്തങ്ങ സമരമല്ലേ, അത് വരും തലമുറയിൽ ഈ സിനിമയിൽ എത്രത്തോളം നീതി പുലർത്തിയത്? അതാണ് നമ്മൾ ഓൾറെഡി പല സ്ഥലത്ത് പറഞ്ഞാണ്, നമ്മളിതൊരു പെർട്ടിക്കുലർ ഇൻസിഡൻസിനെ പിക്ക് ചെയ്ത് ഡോക്യുമെൻ്ററി ചെയ്യുന്നതല്ല ഇത്. ഒരു സംവിധാനം എന്ന നിലയ്ക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻസിഡൻസിനെ പിക്ക് ചെയ്തിട്ട് നമ്മളെടുത്ത ഒരു സിനിമാറ്റിക് ലിബർട്ടിയാണ് ഈ സിനിമ. എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ കാണാൻ പറ്റും. അത്തരം സൂചനകൾ ഈ സിനിമയിലുണ്ട്. നീതിപൂർണമായ സമീപനമാണ് അത്. മുത്തങ്ങ സമരമായിക്കോട്ടെ, ചങ്കര സമരമായിക്കോട്ടെ, അങ്ങനെ കോയമ്പുട്ടി മുതലുള്ള സകല സമരങ്ങളോടും ഐക്യപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിലെ കണ്ടന്റുകളെ പൂർണ്ണമായും തന്നെയാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത്. അതിൽ ഇന്നൊരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് എന്നുള്ളത് സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയിരുത്തലിൽ ഇട്ടിരിക്കുകയാണ് എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ വൈനോ ഇവിടെ? കാരണം 2003 വലിയൊരു ടെറർ നമ്മൾ വാർത്തകളിലൂടെ ആയാലും നമ്മൾ നേരിട്ട് കണ്ടതാണ്, ഒരു വലിയൊരു ടെററായിരുന്നത്. അത് പിന്നെ ഓർമ്മപ്പെടുത്തുക, തിയേറ്ററിൽ ഇങ്ങനെ ഒരു സ്ക്രീനിങ്ങോടെ കൊണ്ടുപോകുക, എന്ത് പ്രാധാന്യമാണ് അതിനോട് ഉദ്ദേശിച്ചത്? വീണ്ടും നിങ്ങൾ മുത്തങ്ങ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2003 സംഭവിച്ച മുത്തങ്ങ ഇൻസിഡൻറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അത് മുത്തങ്ങ സമരത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ സംഭവത്തെ ഡോക്യുമെൻ്ററി ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾക്ക് മുൻകാലങ്ങളിൽ നടന്നിരുന്ന മഹാരഥന്മാരായുള്ള സംവിധായകർ, എഴുത്തുകാർ, എം ടി സാറ്, IV ശശി സാറ്, പിണറായി പണിക്കർ സാറൊക്കെ അതാത് കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിച്ച സിനിമകൾ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ബോധ്യങ്ങൾ വെച്ച് അബിൻ ആണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അബിൻ്റെ തിരക്കഥയ്ക്ക് യോജിച്ച തരത്തിൽ എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും മാനവിക ബോധ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അത് തീർത്തും ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് പാക്കേജും കൂടെ ആ സിനിമയിലുണ്ട്. അതിൻ്റെ സ്കെയില്, അത് എക്സിക്യൂട്ട് ചെയ്ത ലെവല്, ടെക്നീഷ്യൻ ബാവയ്ക്ക് അടക്കമുള്ള ഷമീർ, ജെയ്ക്സേട്ടൻ, രംഗേട്ടൻ, അതുപോലെ അഭിനയിച്ചിരിക്കുന്ന ടോബി, സുരാജേട്ടൻ, ചേൻ സാർ, അങ്ങനെ പ്രിയംവദ, ആര്യ, പ്രണവ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ടെക്നീഷ്യന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെയും പരിശ്രമ ഫലമായി ഉണ്ടാകുന്ന ഒരു വലിയ സ്കെയിൽ സിനിമയായിട്ടാണ് ഇതിനെ നിങ്ങൾ റീഡ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്തുള്ള വരികൾക്കിടയിലുള്ളത് നിങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് കൃത്യമായി നിങ്ങളൊരു ഊഹം വെക്കുന്നതിനപ്പുറത്ത് തിയേറ്ററിലിരുന്ന് നിങ്ങൾ കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് റീഡിംഗ് ആണ് കിട്ടുന്നതിനുള്ള ചോദ്യങ്ങളെ ഉത്തരം പറയുന്നതായിരിക്കും കുറച്ചും കൂടി നമ്മുടെ ഭാഗത്ത് സത്യസന്ധമാവുക എന്നാണ് ഈ സമയത്ത് നമുക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്തുകൊണ്ട്, ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ്. പക്ഷെ അത് ഈ നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ഇത് ഫിക്ഷണൽ തന്നെയാണ്. ഫിക്ഷണലായിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൻ്റെ ഷോർട്ട് ബൈ ഷോർട്ട് ഡോക്യുമെൻറ്റേഷനേ അല്ല ഈ സിനിമ. ഈ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടുതൽ ഈ സിനിമയിൽ അതെങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സങ്കേതങ്ങൾ എന്തൊക്കെ, നമ്മളുടെ സിനിമയുടെ ക്വാളിറ്റി, സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ പുട്ടിൻ ചെയ്തിട്ടുള്ള എഫേർട്ട്, അതുകൊണ്ട് വന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ മേന്മയായിരിക്കുക. എന്ത് വിഷയം പറയുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. വിഷയമല്ല, ഈ പറഞ്ഞിരിക്കുന്ന വിഷയം മാത്രമല്ല നമ്മളിതിൻ്റെ ഒരു മേന്മയായിട്ട് അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. നേരെ മറിച്ച് ഈ സിനിമ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സിനിമയായിട്ട് നിങ്ങൾ തിയേറ്ററിൽ ഇത് കാണുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആ സിനിമയിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും. ആ സിനിമ നിങ്ങളെ ചിന്തിപ്പിക്കും. സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും ആ സിനിമ അത് നമുക്കൊരു അതിനകത്തുള്ള ഫിൽം മേക്കിങ്ങും അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ എലിമെന്റ്സും ഒക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരിക. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം അത്തരം പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ നോക്കി കണ്ടിരിക്കുന്നത്. അത് ഈ തെറ്റിദ്ധരിക്കരുത്. അതായത് നമ്മൾ ഇതാണ് ചരിത്രം, ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. കാര്യം നമുക്ക് ഒരു സിനിമ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള എലിമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കഥാപാത്രം ഈ സിനിമയിൽ ഒരു ഫിക്ഷണൽ കഥാപാത്രമാണ്. പല കഥാപാത്രങ്ങളും അതുപോലത്തെ ഭൂരിഭാഗം കഥാപാത്രങ്ങളും അങ്ങനത്തെ ഫിക്ഷണൽ കഥാപാത്രങ്ങൾ തന്നെയാണ്. അതിന് നമുക്ക് ഈ സിനിമയായിട്ട് കാണുന്ന സമയത്ത് അതിൻ്റെ രസചരട് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ആവശ്യത്തിന് സിനിമാറ്റിക് ലിബർട്ടി ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ചോദിക്കാൻ വേറൊന്നുമില്ല, കാരണം നരിവേട്ട എന്ന ഫോണ്ട് തന്നെ നോക്കുമ്പോൾ ആ ഫോണ്ടിൽ തന്നെ ഏകദേശം ആ ഇൻസിഡന്റാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും അത് തന്നെയാണോ മെയിൻ പ്ലോട്ടിൽ? അതിങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ആ പോസ്റ്റർ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് മൈൻഡ് വരുന്ന ഒരൊറ്റ ഇതാണ്. ഞങ്ങളിത് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ.
നിങ്ങൾ തന്നെ ഊഹിച്ചെടുക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ പടം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ ഉറപ്പിച്ചിട്ട് ചോദിക്കൂ. തീർച്ചയായും ഞങ്ങളത് ഇത് ആ ഇൻസിഡന്റ് തന്നെയാണ് എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അതിനോട് നീതി പുലർത്തിയോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ അതേസമയം ഞാൻ തിരിച്ച് അങ്ങോട്ട് പറയുന്നത് ഇതൊരു ഫിക്ഷണൽ കഥയാണ്. നമ്മൾ കാണുന്ന സിനിമകളെല്ലാം, നമ്മൾ കാണുന്ന ഫാന്റസി സിനിമകൾ ഒഴിച്ചു ബാക്കി എല്ലാ സിനിമകളും എന്തിൽ നിന്നുമൊക്കെ റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതിൽ കുറച്ച് ഫിക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മളിവിടെ എല്ലാ സിനിമകളും ഉണ്ടാവും. അപ്പൊ അതുപോലൊരു സിനിമയായിട്ട് മാത്രം ഇതിനെ കാണുകയും ഈ സിനിമയിൽ പറയുന്ന വിഷയം നിങ്ങൾ വിട്ടേക്കും. ഈ സിനിമ നിങ്ങൾക്ക് തരുന്ന അനുഭവം എന്താണ് എന്നുള്ളത് മാത്രമായിരിക്കണം ഈ സിനിമയുടെ മേന്മ.